നമ്മൾ റേഞ്ച് ഇല്ലാത്തൊരിടത്ത് എത്തുകയോ നമ്മുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയോ ഒക്കെ ചെയ്താലും നമുക്ക് വരേണ്ട എല്ലാ കോളുകളും സിമ്മൊന്നും മാറ്റിയിടാതെ തന്നെ മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് വരുത്തിക്കേണ്ട സീക്രട്ട് കോഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മുടെ കൈവശം 2 മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആകാത്തതും റേഞ്ച് ഉള്ളതുമായ രണ്ടാമത്തെ ഫോണിലേക്ക് ആദ്യത്തെ ഫോണിൽ വരേണ്ട എല്ലാ കോളുകളും വരുത്തിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തരായ ബന്ധുവോ സുഹൃത്തോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ഫോണിലേക്ക് നമ്മുടെ സിമ്മൊന്നും ഇടാതെ തന്നെ നമുക്ക് വരേണ്ട എല്ലാ കോളുകളും ഞാൻ പറയുന്ന ഈ കോഡിലൂടെ നിങ്ങൾക്ക് വരുത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് വേറെയും പ്രയോജനമുണ്ട്. ഇപ്പം നമുക്ക് 2 ഫോണുണ്ട്, 2 ഫോണും എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മറ്റേ ഫോണിൽ സിം എടുത്തിട്ട് ഇപ്പോൾ കൊണ്ടുപോകുന്ന ഫോണിൽ ഇടണമെന്നൊന്നുമില്ല. നിങ്ങളുടെ രണ്ടാമത്തെ ഫോൺ എടുത്തു കൊണ്ടുപോകാതെ തന്നെ ആ ഫോണിൽ വരുന്ന എല്ലാ കോളുകളും നിങ്ങൾ കൊണ്ടുപോകുന്ന ഫോണിലേക്ക് വരുത്തിക്കാനും ഞാൻ ഈ പറയുന്ന കോഡിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സീക്രട്ട് കോഡിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഏത് ഫോണിലെ കോളാണ് മറ്റൊരു നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടത്, ആ ഫോണിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യണം. ശേഷം ***62* എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണ് നിങ്ങളുടെ കോള് വരേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ കൈവശമുള്ള രണ്ടാമത്തെ ഫോണിൻ്റെ നമ്പർ നൽകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അവരുടെ നമ്പർ നൽകണം. ശേഷം # ടൈപ്പ് ചെയ്തിട്ട് കോൾ ബട്ടൺ എൻ്റർ ചെയ്യുക. അല്പസമയത്തിനുള്ളിൽ കോൾ ഫോർവേഡിംഗ് രജിസ്ട്രേഷൻ വാസ് സക്സസ്ഫുൾ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയോ ഔട്ട് ഓഫ് റീച്ചബിൾ ആകുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത രണ്ടാമത്തെ നമ്പറിലേക്കാണ് നിങ്ങൾക്ക് വരേണ്ട എല്ലാ കോളുകളും പോവുക. പക്ഷേ നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്താണ്, നിങ്ങളുടെ ഫോൺ സ്വിച്ചൊന്നും ഓഫ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വരും. നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് റീച്ചബിൾ ആവുകയോ സ്വിച്ച് ഓഫ് ആവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾ കൊടുത്ത നമ്പറിലേക്ക് നിങ്ങൾക്ക് വരേണ്ട കോളുകൾ പോവുകയുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും തുടർന്നു പോകാൻ സാധിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് നിങ്ങൾക്ക് ഓഫ് ചെയ്യണം, നിങ്ങൾക്ക് വരേണ്ട കോള് നിങ്ങൾക്ക് മാത്രം വന്നാൽ മതിയെങ്കിൽ വീണ്ടും ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് #002# എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കോൾ ബട്ടൺ എൻ്റർ ചെയ്യുക. അല്പസമയം കൊണ്ട് തന്നെ കോൾ ഫോർവേഡിംഗ് ക്യാൻസൽ ആയിട്ടുള്ള ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇതോടെ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയാലും ഔട്ട് ഓഫ് റീച്ചബിൾ ആയാലും അല്ലെങ്കിലും ഒക്കെ നിങ്ങളുടെ നമ്പറിലേക്ക് മാത്രമേ കോളുകൾ വരികയുള്ളൂ. പക്ഷേ ഇതിൽ പ്രത്യേക കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് നിങ്ങൾ മുൻകൂട്ടി സെറ്റ് ചെയ്തിരിക്കണം. അതായത് നിങ്ങളും സുഹൃത്തും ഒക്കെ എവിടെയെങ്കിലും പോവുകയാണ്, അപ്പോൾ നിങ്ങളുടെ ഫോൺ കമ്പനിക്ക് അവിടെ റേഞ്ച് ഇല്ല, സുഹൃത്തിൻ്റെ ഫോൺ കമ്പനിക്ക് അവിടെ റേഞ്ച് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മുൻകൂട്ടി നിങ്ങളിത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കോൾ സുഹൃത്തിന് പോകും. അതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ആകുമെന്ന് കാണുന്നതിന് മുൻപ് തന്നെ സുഹൃത്തിൻ്റെതോ നിങ്ങളുടെ രണ്ടാമത്തെ നമ്പറിലേക്കോ ഇതുപോലെ ഫോർവേഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.